കള്ളന്മാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് CPM എന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. അവർക്കെതിരെ ശബ്ദിക്കുന്നവരെ പുറത്താക്കുകയാണ്. ബംഗാളിലെ അവസ്ഥ കേരളത്തിലും CPIM-ന് ഉണ്ടാകും. ധനരാജിനെ കൊലപ്പെടുത്തിയതും CPIM ആണോ എന്ന് സംശയമുണ്ട്. കൊലപാതകത്തിനു ശേഷം രക്തസാക്ഷി ഫണ്ടും മുക്കി. വിഷയത്തിൽ പ്രതിഷേധിച്ചവരെ ആക്രമിച്ചു. ഇതേ നിലപാട് തുടർന്നാൽ പയ്യന്നൂരിൽ ചെറുത്തുനിൽപ്പുണ്ടാകുമെന്നും K. സുരേന്ദ്രൻ കാസർഗോട്ട് പറഞ്ഞു. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. അല്ല, അതാണല്ലോ അവിടുത്തെ ജനാധിപത്യം എന്ന് പറയുന്നത്. അതാണല്ലോ CPM-ന്റെ അവരുടെ ശക്തി കേന്ദ്രത്തിൽ മറ്റൊരു പാർട്ടിക്കും പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലയാണ് ഇപ്പോഴും അവർ വെച്ചു നടക്കുന്നത്. പക്ഷെ അത് ഒരു പ്രാവശ്യമൊക്കെ അങ്ങനെ സംഭവിക്കും. പയ്യന്നൂരിൽ അറിയാലോ, ഞങ്ങളും ഈ രീതിയിലാണ് CPM ജനാധിപത്യ സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാട് ജനാധിപത്യപരമായി തന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഈ ചെയ്ത പണി, ഈ പ്രാവശ്യം ഈ കാണിച്ചിരിക്കുന്ന പരിപാടി ഒരു പരിഷ്കൃത സമൂഹത്തിനും ചേർന്നതല്ല. ഒരു പ്രകടനം നടത്തുന്ന ആളുകളെ അടിച്ചോടിക്കുക, അപ്പൊ അത് ശരിയായൊരു സമീപനമല്ല. അത്തരം ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങൾ തുടർന്നാൽ അതിനെതിരായിട്ടുള്ള വലിയ ചെറുത്തുനിൽപ്പ് ഉണ്ടാവുക തന്നെ ചെയ്യും. ധൻരാജിന്റെ കൊലപാതകം, ആ കൊലപാതകത്തിന് പിന്നിലും CPM-ന്റെ ആളുകൾ തന്നെയാണോ എന്നുള്ള സംശയമാണല്ലോ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ധൻരാജുമായിട്ടുണ്ടായ പ്രശ്നം BJP-ക്കോ RSS-നോ അല്ലായിരുന്നല്ലോ. ഈ പറയുന്ന ഏരിയ സെക്രട്ടറിക്ക് MLA-ക്ക് തന്നെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. കൊലപാതകം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി പിരിച്ച പണവും അടിച്ചു മാറ്റി എന്നുള്ളതാണ് CPM പറയുന്നത്. ഇത് BJP-യോ RSS-ഓ പറയുന്നതല്ല. CPM-ന്റെ നേതാവ് തന്നെ പറയുകയാണ്, കോടിക്കണക്കിന് രൂപ പിരിച്ചു, കള്ള റെസിപ്റ്റ് അടിച്ചും പിരിച്ചിരിക്കുന്നു, രക്തസാക്ഷി ഫണ്ട് മുക്കിയിരിക്കുന്നു. അതിന് അവർ തന്നെയാണ് അതിന് മറുപടി പറയുന്നത്.